എൻ്റെ പേര് ആൻമരിയ. ഞാൻ കാലടിയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഉടമ്പടി എടുത്തത് കഴിഞ്ഞ വർഷം ജൂലൈ 4-ാം തീയതിയാണ്. ആദ്യം തന്നെ ദൈവത്തോടും മാതാവിനോടും 1000 നന്ദി പറയുന്നു. ഞാൻ കൃപാസനത്തിനെ പറ്റി ഒരുപാട് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുവാനോ അല്ലെങ്കിൽ ഉടമ്പടി എടുക്കുവാനോ എനിക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ആ ടൈമിൽ തന്നെയാണ് ഞാൻ എൻ്റെ ജർമ്മൻ എക്സാംസിന് എഴുതിക്കൊണ്ടിരുന്നത്. ആദ്യത്തെ 3 എണ്ണം എനിക്ക് പെട്ടെന്ന് കിട്ടി. അപ്പം ഞാൻ ഓർത്തു 4-മത്തെയും വേഗം കിട്ടും. എനിക്ക് കിട്ടാനുണ്ടായത് സ്പീക്കിംഗ് ആയിരുന്നു. ആ ഒരു അഹങ്കാരം തന്നെയായിരുന്നു എനിക്ക് ആദ്യം ഉണ്ടായത്. അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് കുറേ സ്ഥലത്ത് ഞാൻ എഴുതി, ഞാൻ കുറേ ട്രൈ ചെയ്തു, എനിക്ക് എങ്ങും കിട്ടിയില്ല. അങ്ങനെ എൻ്റെ വീട്ടുകാരൊക്കെ പറഞ്ഞു, എന്നാൽ കൃപാസനത്തിൽ പോയി നമുക്കൊന്നൊരു ഉടമ്പടി എടുത്ത് നോക്കാം, കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് കഴിഞ്ഞ വർഷം ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്ത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ സാക്ഷ്യങ്ങൾ വന്ന് ഇവിടെ കേട്ടു. അവിടെ അന്ന് ഉണ്ടായ ഒരു സാക്ഷിയായിരുന്നു. ഒരു കൊച്ച് ജർമ്മൻ എക്സാം എഴുതി ആ മാസം തന്നെ ആൾ ജർമ്മനിക്ക് പോകുന്നൊരു സാക്ഷ്യം കേട്ടു. അത് കേട്ടപ്പോൾ എനിക്കും തോന്നി എനിക്കും പറ്റും, എനിക്കും ഈ ആൾക്കാരെ വന്ന് എനിക്കും സാക്ഷ്യം പറയണം എന്നുള്ളൊരു കോൺഫിഡൻസും ഒരു വിശ്വാസം എനിക്ക് കൂടി. അങ്ങനെ ഞാൻ ഇവിടുന്ന് പോയി. പിറ്റേ ദിവസം നമുക്കറിയാം 5:30 രാവിലെ എഴുന്നേറ്റൊരു കൃപാസനത്തിൽ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്കാണെങ്കിൽ 5:30 എഴുന്നേക്കാൻ ഭയങ്കര മടിയുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ അമ്മയൊക്കെ വിളിച്ച് ഞാൻ എഴുന്നേറ്റില്ല. അങ്ങനെ കണ്ണുറന്ന് നോക്കുമ്പോൾ എനിക്ക് എൻ്റെ റൂമിൽ നിന്ന് എനിക്കെൻ്റെ ഡൈനിങ് ഹാള് കാണാൻ പറ്റും. ആ ഡൈനിങ്ങിൻ്റെ അവിടെ മാതാവിൻ്റെ ചെറിയൊരു രൂപം ഞാൻ കണ്ടു. മാതാവ് എന്നെ അവിടെ നോക്കി നിൽക്കുകയാണ്. ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റു, ആ പ്രാർത്ഥന എത്തിച്ചു. അത് കഴിഞ്ഞാണ് എനിക്ക് 2 സ്ഥലത്ത് ജർമ്മൻ്റെ സ്പീക്കിങ്ങിൻ്റെ ഡേറ്റ് കിട്ടി. ഒരെണ്ണം കൊൽക്കട്ടയിലും ഒരെണ്ണം ഹൈദരാബാദിലും. കൊൽക്കട്ടയിൽ എഴുതി ഞാൻ പാസ്സായി. 2 സ്ഥലത്തും പോയപ്പോൾ ഞാൻ മാതാവിൻ്റെ കാശരൂപവും തൈലം കൊണ്ടൊക്കെയാണ് പോയത്. എന്നാൽ ഹൈദരാബാദ് ഞാൻ എക്സാം എഴുതാൻ പോയപ്പോൾ നമുക്കറിയാം സ്പീക്കിങ്ങിൻ്റെ എക്സാം നമുക്ക് എഴുതുമ്പോൾ ഒരു പാർട്ട്ണറും കൂടി നമുക്ക് കൂടെ വേണം സ്പീക്കിംഗ് പറയാൻ വേണ്ടിയിട്ട്. ഹൈദരാബാദ് അങ്ങനെ എനിക്ക് ഒരു പാർട്ട്ണറൊന്നും ഉണ്ടായിരുന്നില്ല. അവിടുത്തെ എക്സാമിനർ പറഞ്ഞു, നിനക്ക് പാർട്ട്ണർ ഇല്ല, നീ ഒറ്റയ്ക്കാണ് പറയേണ്ടതെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് ആകെ ടെൻഷനായി, എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ എക്സാം ഹാളിൽ കയറി മാതാവിൻ്റെ കാശരൂപം മുറുക്കെ പിടിച്ച് പ്രാർത്ഥിച്ചു. എക്സാമിനായിട്ട് ഇങ്ങോട്ടേക്ക് ചോദിച്ചു, നിനക്ക് എന്തെങ്കിലും പോയിൻറ്റ്സ് ഞാൻ പറഞ്ഞു തന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ മുന്നിൽ മാതാവ് തന്നെയാണ് നിൽക്കണേന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ 2 മാസം കഴിഞ്ഞു. ഹൈദരാബാദിന് റിസൾട്ട് വന്നു. അതും ഞാൻ നല്ല മാർക്കോടെ ഞാൻ പാസ്സായി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എനിക്ക് ജർമ്മനിക്ക് പോകാനുള്ള ഫസ്റ്റ് ഇൻ്റർവ്യൂ എനിക്ക് കിട്ടിയത്. അപ്പോൾ കുറച്ചൊക്കെ അഹങ്കാരം വന്നു. ഇനിയിപ്പോൾ പ്രാർത്ഥിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, ഇൻ്റർവ്യൂ ഞാൻ പാസ്സാവും എന്നൊരിതൊക്കെ വന്നു. പക്ഷേ ആ ഇൻ്റർവ്യൂ എനിക്ക് ക്യാൻസലായിപ്പോയി. പിന്നെ ആകെ സങ്കടമായി. ഇത്രയും ഞാൻ ചെയ്ത തെറ്റെനിക്ക് മനസ്സിലായി. എനിക്കെല്ലാം കിട്ടുമെന്നുള്ളൊരു വിശ്വാസം, ഒരു അഹങ്കാരക്കുള്ളി വന്നു, എനിക്ക് കിട്ടിയില്ല. അത് കഴിഞ്ഞിട്ട് അപ്പം എനിക്ക് തോന്നിയൊരു കാര്യം, നമ്മൾ എന്തൊക്കെ ആയെന്ന് പറഞ്ഞാലും, നമ്മൾ എന്തൊക്കെ പഠിച്ചു, അല്ലെങ്കിൽ എത്ര വലിയ ആളാണെന്ന് പറഞ്ഞാലും ദൈവത്തിനൊരു അനുഗ്രഹം ഇല്ലെങ്കിൽ നമ്മൾ ജീവിതത്തിൽ വലിയൊരു വട്ടപൂജ മാത്രമാണ്. അങ്ങനെ 2ാമത് ഉടമ്പടി എടുത്ത് പുതുക്കി ഇവിടെ വന്ന് വീണ്ടും പ്രാർത്ഥിച്ചു. അങ്ങനെ 2ാമതൊരു ഇൻ്റർവ്യൂ കിട്ടി, അത് പാസ്സായി. ഈ മാസം 31-ാം തീയതി ഞാൻ ജർമ്മനിക്ക് പോവാണ്. അതുമാത്രമല്ല, അച്ഛൻ്റെ ഡെയിലി ബ്രെഡിൽ അച്ഛനെപ്പോഴും പറയാറുണ്ട്, രേഖ വെച്ച് പ്രാർത്ഥിക്കണം. രേഖ അച്ഛനെ ആശീർവദിക്കാറുണ്ട്. അപ്പം ഞാൻ ഈ പാസ്പോർട്ട് കൈ പിടിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എനിക്ക് വിസ അടിച്ച് വരുമ്പോൾ 7-ാമത്തെ പേജിൽ വിസ അടിച്ച് വരണം എന്നുള്ളത്. വിസ വന്നപ്പോഴും കൃത്യം 7-ാമത്തെ പേജ് തന്നെയാണ് എനിക്ക് വിസ അടിച്ച് വന്നത്. അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് എനിക്ക് നൽകി. ആത്മീയ കാര്യങ്ങളായിട്ട് ഞാൻ ചെയ്തത്, ഞാൻ കൃപാസനത്തിൻ്റെ പത്രം എല്ലാ വീടുകളും കൊണ്ട് കൊടുക്കാറുണ്ട്, ബൈബിൾ വായിക്കാറുണ്ട്, വചനങ്ങൾ കേൾക്കാറുണ്ട്. എനിക്ക് പറ്റാവുന്ന രീതിയിലൊക്കെ മറ്റുള്ളവരെ സഹായിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. ഇത്രയും അനുഗ്രഹം തന്ന മാതാവിനോട് ഒരുപാട് നന്ദി പറയുന്നു.